സൂര്യൻ വെറും ഷോക്കാണ് കേട്ടോ. അമേരിക്കയിൽ ഭയങ്കര തണുപ്പാണ്. സ്നോ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൺഡേയും മൺഡേയും. ഫ്രൈഡേ നൈറ്റ് അതുകൊണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് സെറ്റാക്കി ഇതേ സാറ്റർഡേ മോർണിംഗ് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റിന് നിൽക്കുകയാണ്. ലീവ് ഓയിലിൽ ചെറുതായിട്ട് ക്യാപ്സിക്കും ഒനിയനും ഒന്ന് കാരമലൈസ് ചെയ്ത് ബ്രെഡും ചൂടാക്കി ലെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എഗ്ഗും പൊരിച്ച് വെച്ചു. പിന്നെ ഇന്നലെ ഒരു അവക്കാഡോ വാങ്ങിയത് ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ടായി, അതും ആഡ് ചെയ്തു. പിന്നെ ടൊമാറ്റോന് പച്ചച്ചോയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കി അടുപ്പത്ത് കുറച്ച് സോൾട്ടും ആഡ് ചെയ്തിട്ട് ഞാൻ എഗ്ഗ് ബുൾസൈ ആക്കാണ് ചെയ്തത്. പക്ഷെ ഹസ്ബൻഡ് എഗ്ഗ് പൊരിക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ രണ്ടും കൂടെ സെപ്പറേറ്റ് ലെയർ ചെയ്യായിരുന്നു. പിന്നെ പെപ്പർ ജാക്സിൻ്റെ ഒരു ചീസ് ആഡ് ചെയ്തു. അതിൽ ഹാലോപ്പിനോയും പെപ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഹെർബ്സ് അതിൽ കിടക്കുന്നത് കാണാം. വെരി ടേസ്റ്റിയാണ് കേട്ടോ ഈ ചീസ്. പിന്നെ സോസിന് ഹസ്ബൻഡ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്ക് ഫിലെ സോസാണ് ആഡ് ചെയ്തത്. ഞാനാണെങ്കിൽ ഇന്നലെ കജൂൻ്റെ ഒരു ഹോട്ട് സോസ് വാങ്ങിച്ചു. അപ്പോൾ അത് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതാണ് ഞാൻ സോസായിട്ട് ചൂസ് ചെയ്തത്. അങ്ങനെ ഫൈനൽ ലെയറിങ് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്തപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ട് തോന്നി. ഹെൽത്തി ഓപ്ഷനാണ് ചീസ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. 3 വീക്സ് മുന്നേ ഒരു സ്നോ വാർണിംഗ് വന്നപ്പോൾ 8 ഇഞ്ച് സ്നോ എന്നാണ് അവർ പറഞ്ഞത്. അതും ഒരു സ്നോ എമർജൻസി ആയിട്ടാണ് അവർ പറഞ്ഞത്. പക്ഷേ പറഞ്ഞ അത്രയൊന്നും സ്നോ ഉണ്ടായില്ല പെയ്ത് വന്നപ്പോൾ. പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അവർ 20 ഇഞ്ച് സ്നോ വരെ മൺഡേ ആകുമ്പോഴേക്കും ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീക്കെൻഡ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ല എൻ്റെ ഡെക്കിലെ സ്നോ. അതിപ്പോൾ ഒരാഴ്ച ആയപ്പോൾ ഇത്രയും അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഡെക്ക് ഫർണിച്ചേഴ്സ് എല്ലാം ഉള്ളിലോട്ട് എടുത്ത് വെക്കാമെന്ന് കരുതി 20 ഇഞ്ച് സ്നോ പറഞ്ഞപ്പോൾ. പക്ഷേ സ്നോ എല്ലാം ക്രിസ്റ്റലൈസ് ആയി കിടക്കുന്നതുകൊണ്ട് നോ രക്ഷ. അപ്പം ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ ഇതിൻ്റെ ബിഫോർ എടുത്തിട്ട് നിങ്ങളെയും കൂടെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് കരുതി വാണിംഗ് വന്നപ്പോൾ. ഫ്രൈഡേ നൈറ്റ് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എല്ലായിടത്തും. ആൾക്കാർ വീടെല്ലാം സ്റ്റോക്ക് ചെയ്യുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. നീ എന്താവുമെന്ന് കണ്ടറിയാട്ടോ. സ്റ്റേ ട്യൂൺഡ് അതിന് വേണ്ടിയിട്ട്. ബൈ.